അബുദാബിലുള്ളൊരെഴുത്തു പെട്ടി പെട്ടി തുറന്നപ്പോൾ ഭാര്യ ഞെട്ടി പെട്ടിക്കകത്ത് എന്താണ് മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്. സാൻ ഫ്രാൻസിസിലുള്ളൊരു സ്കൂൾ ബസ്. നീ വെറും പെൺകുട്ടികൾക്കാണല്ലോ ചാറ്റ് കൊടുക്കുന്നത്. നിനക്ക് എന്ത് കഷ്ണം എടുത്ത അയച്ചല്ലോ അടിയിലൊന്നും. അങ്ങനെയല്ല നോക്കാം. അവന്റെ പ്രായത്തിന് വെച്ച് നോക്കുമ്പോ ഭയങ്കര മെച്ചൂർഡും ആണ്. പിന്നെ ഞങ്ങൾക്കൊരു അഭിമാനിക്കാവുന്ന തരത്തിലാണ് എൻ്റെ എല്ലാ സ്വഭാവം. ഇജ്ജ് എത്ര അങ്ങോട്ട് നോക്ക്. എന്നെ ആരൊക്കെ എന്തൊക്കെ മോശം പറഞ്ഞാലും ഇജ്ജ് ഞങ്ങൾക്ക് നല്ല അഭിമാനമാണ്. ഗായ്സ്, അങ്ങനെ നമ്മളെന്താ വ്ളോഗ് തുടങ്ങുന്നത് എവിടുന്ന അറിയോ? സ്കൂൾ കുട്ടികളിൽ നിന്നാണ് ഗായ്സ്. കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോവുകയാണ്. അബ്രോം ജിബ്രോം പോവുകയാണ്. പോയോ? എത്ര ദിവസത്തിന് ശേഷമാണ് കുഞ്ഞാളിപ്പോ സ്കൂൾക്ക് പോണത്? അതായത് ഓണപ്പൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഓണപ്പൂട്ടിന്റെ അത്ര തന്നെ ഫുള്ള് മഹാത്മാഗാന്ധി ജയന്തി, മഹാനവമി, ആയുധപൂജി, ട്രിപ്പ് മോഡോ ഓണും ട്രിപ്പ് പൂജ ഒക്കെ പാടെ കഴിഞ്ഞപ്പോഴത്തേനെ ഗൈസ് നല്ലൊരു സംഖ്യക്കുള്ള ഇത് കഴിഞ്ഞു കേട്ടോ. നമ്മളെ തൊടുവില് വേറൊരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. എന്താണ്? ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിപ്പോ കുഴിച്ചിട്ട് കണ്ട് ഉണ്ടാക്കുന്നതാ കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട്. പക്ഷെ ഇതൊക്കെ കണക്ക് തന്നെ. ഇതിപ്പോ എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ഈ കമ്പിമ്മ കൂടെ ഇങ്ങനെ പടർത്താനാണ്. പക്ഷെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമ്മളെ നാട്ടിൽ ഉണ്ടായി കിട്ടാൻ ഭയങ്കര മല്ലാണ്. ഉണ്ടാകുമല്ലോ, ഉണ്ടാവും, പക്ഷെ ഭയങ്കര മല്ലാണ് അറിയണേക്ക. രസമാണ്, പക്ഷെ അതിന് ഭയങ്കര ചെലവാണോ? നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കണം തോന്നുന്നു. വളം പറഞ്ഞാൽ ഇപ്പൊ നമ്മളടുത്ത് ഉണ്ടല്ലോ, ആട്ടും കാഷ്ടൊക്കെ ഉണ്ടല്ലോ അവിടെ പോരെ. പിന്നെ ഇപ്പൊ വളം പറഞ്ഞ നല്ല വളം പറഞ്ഞ ചൊറുക്കില വള കാണാൻ നല്ല ചൊറുക്ക് വേണം. ഞങ്ങളെ പോലെയല്ല. അതെന്താ ഞാൻ ആട്ടും കാഷ്ടത്തിന്റെ മതിയാണ് ഞാന്. പുതിയ ഷൂ ഒക്കെ ഇട്ട് പോകണം. ഇപ്പൊ ഞാൻ ഷൂ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിക്കണേ മഴയൊക്കെ മാറിയപ്പോ ഷൂ വയ്ക്കണം. പിന്നെ അവിടെ ജിറബ് ഉണ്ട്. ജിറബ് നീല ട്രൗസറും ജോബ് ഉപ്പായോട്ട് കണ്ടത് ഷൂ ഒക്കെ ഇട്ടപ്പോ അവന് ഫസ്റ്റ് ആണല്ലേ ഷൂ ഇട്ട് പോണ്. നമുക്ക് അവന് സ്കൂളിട്ട് വരുമ്പോ ചോദിക്കണം വള്ളിച്ചെരിപ്പല്ലേ ഇടല്, ഷൂവും സോക്സ് ഒക്കെ ഇട്ട് കാണണോ. ഇവർക്കില്ലുണ്ട്. ആര്? അവനോനക്ക് ഷൂ എടുത്ത് വാങ്ങിയല്ലോ. സോക്സും വാങ്ങിക്കണം. ലൈറ്റ് എത്തുന്ന ഷൂ ഉണ്ടല്ലോ. അയക്കാണ് ആ സോക്സ് ഇട്ടോ. സോക്സ് ഇട്ടോണ്ടിട്ട് ഇനി ഷൂ ഇടുമ്പോ ഓക്കെ അല്ലേ? ഈ നാളെ ഒരിക്കൽ ലീവാ. ആർക്ക്? ഇബ്രൂനിട്ടോ. എന്ത്? നാളെന്തോ ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് എന്തോ പോലും തുടങ്ങ. ടീച്ചർമാര് കുട്ടികളെ ലീവ് എടുക്കല് കഴിഞ്ഞപ്പോ ഞാൻ ഈ ആഴ്ച എങ്ങനെയായാലും ലീവ് ആക്കരുതായിരുന്നു ഇരിക്കാണ്. കൊറേ ലീവ് പോവല്ലേ ഔദാനൊക്കെ. ഇപ്പൊ നീ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പോയാലേ സോക്സ് ഇത് ഇട്ടുകാണ്ട് വേണ്ട ഷൂടുമ്പോ സ്റ്റിക്കറൊക്കെ പറിച്ചിട്ടുള്ള ഓല് സ്കൂൾ സോക്സ് ഇങ്ങനത്തെയാണ്, നീലയാണ്, യൂണിഫോമിനനുസരിച്ചുള്ളതാ. ഇവിടെ ഇങ്ങനെ വെള്ള ലൈനാണ്, കുടുംബം ബ്ലാക്ക്. പോലീസൊക്കെ ഇങ്ങനെ മാറ്റി കംപ്ലൈന്റ് വരുമ്പോഴൊക്കെ മാറ്റിയിട്ടാലോ ടീച്ചർമാർ അറിയുന്നില്ല. പക്ഷെ 2 സെറ്റ് ഇല്ലേ? 3 സെറ്റ് ഉണ്ട്. ഒരാൾക്ക് 2 സെറ്റ് ഉണ്ട്, ഒരാൾക്ക് 1 സെറ്റ്. എനിക്കറിയില്ല. ഇബ്രൂന് 2 സെറ്റ് ഉണ്ട്. അതില് സൈസ് കൊടുക്കണ്ടല്ലോ അല്ലേ? പൈസ നമ്മൾ രണ്ടാക്കും ഒരേപോലെ തന്നെയാണല്ലോ. കിട്ടിയിട്ടില്ല, എന്താ അറിയില്ല. ഞാനിനി കുറച്ചേരം കിടന്നുറങ്ങട്ടോ. കുഞ്ഞോളെ കുട്ടികളെ റൂമിൽ AC ഓഫ് ആക്കിയിട്ടില്ലല്ലോ.
ഒരു സോക്സും കൂടി ഇത് വീലെക്സ് ആണ്. വീലെക്സ് ഇവരാണേ ഞാൻ ഇവിടെ കടന്നുറങ്ങുന്നുണ്ട്. ദയവ് ചെയ്ത് വാതില് വന്നുകാണ്ട് മുട്ടിക്കാണ്ട് ഇടങ്ങേറുണ്ടാക്കരുത്. എൻ്റെ ഉറക്കം ക്ലിയർ ആയിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ പിന്നെ ഒരു പിരിവാര് വന്നുകാണ്ട് ഉറക്കം കെടുത്തില്ലേ. വേറൊരു ഇതിന്റെ കാര്യം സംസാരിക്കാൻ, അഗതി മന്ദിരത്തിന്റെ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഉറക്ക സുൽപ്പായതുകൊണ്ട് നമ്മളിന്ന് ഉറങ്ങാണ് കുറച്ചു നേരം. ഓക്കെ, ഞാൻ ചായ അടിച്ചു. അപ്പം ഞാൻ ഉറങ്ങി നീച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോസിലൊക്കെ കിടക്കാം. ഓക്കെ, കിടക്കണം. നിങ്ങളില്ല കിടക്കാന്? ഓക്കെ. ഷോറോ? എന്ത് ഷോറാണ് ഈ നേരത്തെ? ചായ എനിക്കറിയാം. അങ്ങനെ ഗൈസ് കുറെ കാലത്തിന് ശേഷം മൻഷിഫ് മൂനിക്കൽ ഇതാ യൂട്യൂബിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കരുതും ഞാൻ കുറെ കാലമായല്ലോ വ്ലോഗ് ഇട്ടിട്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല, അയാം നുണച്ചിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പല നുണയും പറയും നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ ഇടയിൽ മെയിനാവാൻ വേണ്ടി ഞാൻ പല നുണയും പറയും, അല്ല കുഞ്ഞോളെ? അപ്പൊ നമ്മുടെ കുട്ടികൾ വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഔദക്കുഞ്ഞും ഇബ്രാഹിമും സ്കൂൾ വിട്ട് വരാൻ സമയമായി അല്ലേ? ടിഷ ബേബി റെഡി അല്ലേ? അല്ലേ? ആ അതെ, പോയോക്ക. അബുദാബിലുള്ളൊരെഴുത്തു പെട്ടി തുറന്നപ്പോൾ ഭാര്യ ഞെട്ടി. പെട്ടിക്കകത്ത് എന്താണ് അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരൂ. പറഞ്ഞത് വെറുതെയാണ്, പാടിയതു പാട്ടാണ്. ഓമലേ നിന്നോടെന്നും എന്തൊരു സ്നേഹമാ, ഓമലേ നിന്നോടെന്നും എന്തൊരു സ്നേഹമാ. മരിച്ചത് നീയാണ്, കൊന്നത് ഞാനാണ്. അതങ്ങനെ തന്നെ കുഞ്ഞോളൊരു കോമഡി. ഞങ്ങള് രണ്ടാളോ അലമ്പ് ടീമാണല്ലേ കുഞ്ഞോളെ? കുറച്ച് അലമ്പ് മക്കളും. നമ്മളെ ചെടിത്തോട്ടം നോക്കൂ, കാറ്റടിച്ചിട്ട് പാറുന്നു ഗായ്സ്. ചെടിത്തോട്ടല്ല ഇപ്പളാ ശരിക്കും തൊടുവായത്. കാടും പുല്ലൊക്കെ കറക്റ്റ് തൊടു. ഞങ്ങളൊക്കെ തൊടുന്ന് എടുത്ത് തിന്നാലോ അല്ലേ കുഞ്ഞോളെ? കൊളുത്തണ്ട. ഗൈസ് അങ്ങനെ ഗൈസ് നമ്മുടെ ഇബ്രാഹിം അബ്രഹാം ഖുറൈശി അല്പസമയത്തിനകം വേദിയിൽ ഇബ്രാഹിം ആൻഡ് അബ്രഹാം ഖുറൈശി റോഡിൽ വരുന്നുട്ടോ. സാൻ ഫ്രാൻസിസിലുള്ളൊരു സ്കൂൾ ബസ്, അതിനുള്ളിൽ നിന്നും അബ്രഹാം ഖുറൈശി. എന്തിനാടാ അന്യ സ്ത്രീകളോടൊക്കെ ചാറ്റ കാണിക്കുന്നത്? ഞാൻ എന്നിട്ട് പെൺകുട്ടിക്കാണല്ലോ ചാറ്റ കൊടുക്കുന്നത് കണ്ടോ? ഇവൻ നീ വെറും പെൺകുട്ടികൾക്കാണല്ലോ ചാറ്റ കൊടുക്കുന്നത്. നിനക്ക് അതുകൊണ്ടല്ലോ കാണിച്ചത് പെൺകുട്ടികളോടാണ്. ആൺകുട്ടികളെ കാണൂലല്ലേ എന്റെ പച്ചി? അങ്ങനെയാ നീ പറയുമാ? ഓക്കെ വാടാ മോനെ, ഇങ്ങ് വാടാ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സ്കൂൾ ജീവിതം? നിങ്ങക്ക് പിന്നെ നിങ്ങളെന്തേലും ഒന്ന് പോകാൻ തുടങ്ങി അത്രക്കും പേർക്ക് തടങ്ങൾ രണ്ടാളും. എന്തേലും പറഞ്ഞോ മാമ്? അതല്ല ചെല്ലാത്തോണ്ട് എന്തേലും പറഞ്ഞു? അത് കുഞ്ഞു ഷൂട്ട് എങ്ങനെ ഉണ്ടായിന്? കുഞ്ഞൽതോ രണ്ടാളും അടുത്തുനിന്നാണ്. രണ്ടാളും അടുത്തേക്ക് നിൽക്കുമ്പോ നിങ്ങളുടെ ആ ഒരു ഷൂട്ടൊക്കെ ആളുകളൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. വാവ് സൂപ്പർ. ഇനിതേ വെള്ളത്തിൽ ചൊട്ടിക്കാണ്ടും അതിൽ ഇതാക്കിയാണ് കേടരുത്തിക്കൊണ്ടിട്ടോ. അപ്പൊ ബാക്കിയാണ് അപ്പൊ പറഞ്ഞത് കേട്ടോ. അപ്പൊ പൈസന്റെ ഒരു വില അറിയാത്ത ആൾക്കാരാണ്. ഇല്ല അതൊന്ന് വൈകുന്നേരം കൊണ്ടുണ്ട് കണ്ടൂർക്ക് പോവാണെങ്കിൽ.
ആ തുണി കീറിയത് വലിച്ചിട്ട് വെക്കാം. തുണി ഇപ്പൊ കീറിയത് അതെനിക്കറിയില്ല. അവിടെ കൊളത്തിയില്ലേ കഷ്ണം എടുത്ത അയച്ചല്ലോ കേട്ടോ. അയച്ചല്ലോ അടിയിലൊന്നും അങ്ങനെയല്ല നോക്കാം. ആ കഷ്ണം മാത്രം കീറി എടുക്കുക. അത് എടുത്തച്ചളാ. നിങ്ങൾക്ക് ഇത് ചോറ് കൊണ്ടുപോകുമ്പോ പുതിയ അട്ടിപ്പാത്രടാ. ഒരു കൈയും ഇതാക്കാനുള്ളത് അട്ടിപ്പാത്രം പുതിയാനേ. അട്ടിപാത്രം അതെന്ത് പാത്രം? എന്താ പറയുമ്പോ ഭാഷയില് ലഞ്ച് ബോക്സ്. ലഞ്ച് ബോക്സ് പുതിയാനേ. അട്ടിപ്പാത്രം എന്ന് വെച്ചോ? ലഞ്ച് ബോക്സിനില്ല. ഞാൻ തുടങ്ങിയോ കാട്ടിക്കോക്ക്. പാമ്പുകളുണ്ട് അവിടെ. ഇങ്ങോട്ട് വാ. എന്റെ അൻവില്ലെന്ന് ആര്യാദിയല്ല, ഡ്രോയിങ് ബുക്ക് ആരാധ്യല്ലേ? ഇബ്രുക്കാക്കും അൻവിന്റെ അടുത്താണ് ഇരുന്നില്ലേ? അല്ല മറ്റോ ആരോ പറഞ്ഞു. അതെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇരിക്കുന്ന സീറ്റാണ് പെൺകുട്ടികളെ സീറ്റ്. ഞാനിങ്ങനെ നോക്കണ്ട്. ഇല്ലേ സത്യം എനിക്ക് പറ്റിയിട്ടില്ലല്ലോ. എന്താ ഇവിടെ കണ്ണിന്റെ ഇവിടെ എന്തെങ്കിലും ഇന്നാള് ഇവിടുന്ന് തട്ടിയത്. നോക്കിച്ച് ഫോട്ടോ മിസ്സിന് കൊടുത്തോ? എന്താ ഐ ലവ് യു. ബ്രോ ആ തുണി ഇപ്പൊ കീറിയത് ബ്രൈമ കൊളത്തിയാണ്ട്. ഇപ്പച്ചി അങ്ങോട്ട് കാലിട്ടത് അവിടെ കൊളത്തിയാണ് നിന്നോ. നിങ്ങൾ വന്നപ്പോഴേ കുട്ടികളെ കാണാൻ പുതിയ ചാടി പടഞ്ഞതാ. ബ്രോ ഇപ്പല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് കാരണം ഫസ്റ്റ് ഞാൻ തിന്ന. പിന്നെ എന്നോടാ പറഞ്ഞത് അൻഷിഫ് തിന്നോട്ടെ ഫസ്റ്റ് പറഞ്ഞു. ഫസ്റ്റത്തെ കായ് മറ്റേ കായ്യാക്കാര. ഏത് കായ്? എന്താ ഫല ഇതില്ലാത്ത ഫലമില്ലാത്ത കായ്യാക്ക. അതുകൊണ്ട് എന്നോട് ഫസ്റ്റത്തെ കായ് എന്നാ പറഞ്ഞു. എന്തായാലും എനിക്ക് കൊടുക്കണം എന്നാ പറഞ്ഞത്. കണ്ണീറട്ട വെക്കാൻ. അബുദാബിയിലുള്ളൊരെഴുത്തു പെട്ടി, അതിനുള്ളിൽ നിന്നും എന്തോ കിട്ടി. എന്താ ഡ്രോയിങ് ബുക്കും ഡ്രോയിങ് പെൻസിലും വാങ്ങിക്കൊണ്ടിട്ടോ. പിന്നെ ഡ്രോയിങ് ബുക്കും കൊണ്ട് ഷെയ്ഡ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇങ്ങനൊക്കെ വെച്ച് ഇങ്ങനെ ആക്കുമ്പോ ഇവനെ ഭാവിയിൽ ഒരു ചിത്രകാരനാവാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ അബ്രു ഭാവിയിലൊരു പാട്ട്. ആ യൂണിഫോമും കൊണ്ട് ഞാൻ ഗേറ്റുമ്പോ പോയി വരുത്തണ്ട കേട്ടോ. ഇത് പറഞ്ഞാണ്ട് ഡ്രോയിങ് ബുക്കും ഡ്രോയിങ് പെൻസിലും വാങ്ങാതെക്കാൻ പറ്റൂല കേട്ടോ. എന്തായാലും അബ്രു പാട്ടുകാരനാവാൻ സാധ്യത ഉണ്ട്. എന്ത് പോലീസോ? അന്റെ പറ്റിയൊക്കെ പട്ടാളാ പറഞ്ഞു. പോലീസാണ്ട് സാധ്യത ഉണ്ടോ നോട്ടെ. എന്നാലും സിദ്ക്കാക്കും നല്ല പാട്ടടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി ഇജ്ജൊരു പാട്ടടിക്കാ. നല്ലൊരു പാട്ടാടി. ചോര കണ്ട് ഞാനും മൈതൊട്ടൊരു കണ്ണിൽ കാദ്യം പിഞ്ചോമന മക്കൾ ചോരക്കായി ദാഹിച്ചളയുന്നൊരു ചെന്നാൽക്കൂട്ടം. മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ. ഫാസിത്ത് കട പറയാം. പറയൊന്നല്ല കട പറയാം. മരിച്ചത് നീയല്ല ഞാനാണ് മുസ്ലിം. ആ വരി ഔദം പാടും. അത് ഇവന് കറക്റ്റ് കിട്ടും. ഇത് വെച്ചിട്ട് അവിടെ കൈക്കോട്ട് അടച്ചളാ. കൈക്കോട്ട് അടച്ചളാ. മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ. കൈക്കോട്ട് അന്റെ ചോട്ടാനി കിട്ടിയത് എനിക്കല്ല അനക്കാണ്. കയ്യവിടെ വെച്ചളാ. ആ സാധനം കൊണ്ട് കിട്ടണമെങ്കില് ഇങ്ങട്ടെ പോരടാ. ഔത്തേക്ക് കയറടാ. ഔത് കുഞ്ഞേ ഒരു ഉമ്മയൊക്കെ തന്നു എനിക്ക്. അത് കണ്ട കല്ലോടന്നോട്ടെ. നിങ്ങളെ കാക്ക് വന്നിക്കണോ ടിഷുവാ? ആ കിറ്റുമ്പക്കാണ് നോക്കിച്ചാടുന്നത്. നോക്കിട്ട് കുട്ടിനെ പിടിച്ചാ മതി കേട്ടോ. എന്റെ കിറ്റ് നോക്കല്
വിഷുമാര് വന്നിക്കണത് എന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം കാക്കു വന്നോ? കൊണ്ടുവരുന്നതല്ല, ഇവിടുന്ന് കൊണ്ടുപോണതാണ് കേട്ടോ. അതിക്ക് ഇങ്ങനെ നോക്കണ്ട, തുറപ്പിച്ച് കാക്കും ചെറുപയറൊക്കെ കൊണ്ടുവന്നു സ്കൂളിൽ നിന്ന്. ഞാൻ ചെറുതായെന്ന് ഇങ്ങനെ മറ്റേ കൂട്ടാൻ കറിപ്പാത്രത്തിൽ ഉണ്ടാക്കുമല്ലോ, അതിലവന് ചെറുപയറൊക്കെ സ്കൂളിൽ നിന്നും അത്ര രസം ഉണ്ടാവില്ല. എന്താണ് ഞാനിങ്ങനെ വന്നപ്പോ ഇവള് തല പിടിച്ചൊരൊറ്റ ഉമ്മ. സ്കൂളത്തെ ഒരു സാമ്പാർ നേരത്തെ നേരത്തെ അല്ല ഉമ്മ കൊടുക്കാൻ വന്നീന് നേരത്തെ. സ്കൂളത്തെ ഒരു സാമ്പാർ ഉണ്ട് അതേമാതിരി, കഷ്ണൊന്നും ഉണ്ടാവില്ല. റേഷൻ അരി എങ്ങനെയാണ് കീസിലാ തരിക? എന്നാലേ ആ കുട്ടിയൊക്കെ എന്തേലും കൊടുത്താ ഉമ്മച്ചി ഞങ്ങക്ക് സ്പെഷ്യൽ ഉണ്ടാക്കിയേക്കണെന്ന് ആക്കെ ഉണ്ട്, പറഞ്ഞരൂല. ഇന്ന് നിങ്ങൾക്ക് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കിയോണ്ടാണ് ഉമ്മച്ചി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുള്ളൂ. അന്ന് ഉമ്മച്ചി അത് ഈ ലോകത്തിനെ മൊത്തം അറിയിക്കും. എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരില്ലേ? അന്ന് ഈ ലോകത്തിനെ മൊത്തം എന്റെ ഉമ്മച്ചി അറിയിക്കും എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ. എന്നും ഉണ്ടാക്കി ഞങ്ങൾ ചീത്താറ് എണ്ണക്കടിയാണ് എന്നുണ്ടാക്കി തരും. തെണ്ടി നടന്നിട്ടല്ലേ നിങ്ങൾക്ക് കിട്ടാത്തത്. അത് ശരിയല്ലേ, ഉണ്ടാക്കി അങ്ങനെ തിന്നുണ്ടാവില്ലേ തള്ളി മക്കളും? ഉണ്ടാക്കിയിട്ടില്ലേ കുറ്റം വന്നില്ല. ബാപ്പൂര് അതൊക്കെ വന്നാണ് ഫാസിസക്കോലുകളെ ഷൂ കിട്ടണില്ലേ? പുതിയ ഷൂ കിട്ടണില്ലേ? ഇത് രണ്ടാക്കും വലിപ്പത്തിന് കുറവൊന്നുമില്ലല്ലോ, ഒക്കെ പാകല്ലേ? ഷൂ പാകല്ലടാ, ഇടാൻ ഇടങ്ങാറൊന്നുമില്ലല്ലോ, ടൈറ്റ് ഒന്നുമില്ലല്ലോ. ഇബ്രാഹിമിന് ടൈറ്റ് ഉണ്ടോ? ഞാൻ ഈ ഷൂ കണ്ടപ്പോ എനിക്കിത് വലുതേക്കാരം ഇതിലേറെ ചെറുത് വേണ്ടിയിരുന്നു. ഞാൻ എന്നിട്ട് ഇതിന്റെ ചെറുത് ചോദിച്ചു നടന്ന ഇതിന്റെ വലിപ്പം ഒന്നാണ് ഇതിന്റെ അങ്ങനെ വെക്കണം കേട്ടോ. ടൈറ്റ് ഉണ്ടടാ സോക്സ് പുതിയത് ഇടല്ലേ? സോക്സിന് ചെറിയ ടൈറ്റ് ഉണ്ടാവും. ഞാൻ ചെള്ള അടിച്ച് ഞാൻ പൊട്ടിച്ചോട്ടോ മൈക്ക. എന്നിട്ട് കയറിക്കാണി, കുട്ടികളും മക്കളൊക്കെ കയറിക്കാണി. കയറിവാ അബ്രോ കുഞ്ഞൽതോ എന്ത് നിങ്ങളെ സോക്സ് ഇട്ട് കണ്ടോ? ഇതിന്റെ സോക്സ് അല്ല, നിങ്ങളെ സ്കൂളിൽ നിന്ന് ബുക്കൊക്കെ വാങ്ങിയപ്പോ അന്ന് കിട്ടിയതാണ് ഈ സോക്സ്. ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത് വേറെ, പക്ഷെ അത് ഇടാൻ പറ്റില്ല. എന്തിന്റെ സോക്സ് ടൈറ്റ് ഫസ്റ്റത്തെ ദിവസമായിട്ടാണ്. 2 ദിവസം കഴിയുമ്പോ ടൈറ്റോ എങ്ങനുണ്ട്? എങ്ങനെയുണ്ടടാ? എങ്ങനെ ഉണ്ടാന്റെ അമ്മച്ചിന്റെ വളവ്? എങ്ങനെ ഉണ്ടാന്റെ അമ്മച്ചിന്റെ വളവ്? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഉണ്ടാക്കിയേക്കുക. എന്തുണ്ടാക്കിയാലും നല്ലത് പറഞ്ഞോളൂ. ഇപ്പച്ചിക്ക് എന്റെ അമ്മച്ചിനെ കുറിച്ച് എന്തുണ്ടാക്കിയാലും എന്റെ അമ്മച്ചിനെ കുറിച്ച് ഇപ്പച്ചി നല്ലത് പറയാം. അല്ലേ? ഇഷ്ടപ്പെട്ടെനിക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിന് ഇവിടെ. ഗ്ലാസോ? ക്ലാസ് മദ്രസിലേ എനിക്ക് മൈക്കുണ്ടല്ലോ. ഓക്കെ ഓക്കെ പറ. അതിലേ ക്ലാസ് ഉണ്ടായപ്പോഴേ രാത്രിക്കൊക്കെ ഫുഡും ഉണ്ടായിരുന്നു.
ഇബ്രു ഇങ്ങോട്ട് വന്ന് പറയാണ് ഇന്ന് മദ്രസിൽ അന്തിക്ക് ക്ലാസ് ഉണ്ട് മൈരിബിക്ക് അപ്പൊ ബിരിയാണി ഉണ്ട് നിങ്ങളൊക്കെ പോരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ കിട്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉമ്മച്ചില്ല ഇജ്ജ് പൊയ്ക്കോ പറഞ്ഞു. എന്നിട്ട് പോയി 10 മണി 10:15 തിരിച്ചെത്തി. അപ്പൊ മൈരിബിക്ക് പോയിട്ട് നേരെ വന്ന് മൂപ്പര് ഓരോരുത്തർക്ക് ഓരപ്പത്തിന് ഉറങ്ങിക്കണം. അത് എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ടാ. കാരണം ഓനിക്ക് കിട്ടിയ ചോറും കൊണ്ട് ഓന് തിന്നാനല്ലോ വന്നിക്കണത്. ഓൽക്ക് കൊടുക്കണം എന്നുള്ള ആ ഒരു ഇതിൽ വേഗം വന്ന് പാല് തുറന്നപ്പോ ഓല ഉറങ്ങിക്കണം. അവൻ എന്നോട് ചോദിച്ചാൽ എന്തിനാ നിങ്ങൾ ഇപ്പൊ തന്നെ ഓല ഉറക്കിയത് ചോദിച്ചാൽ ഓല ഉറങ്ങിയതാണ്, ഞാൻ ഉറക്കിയതല്ല പറഞ്ഞു. പിന്നെ ഈ ചോറ് കിട്ടാനുള്ള ഒരു ഇടങ്ങേറ്. അപ്പൊ എന്തേവിടെ മൗലൂദല്ലേ? അവിടെ എന്തോ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ചെല്ലിക്കാണ്ട് എപ്പോഴാ വന്നപ്പോ 10:15 വന്നപ്പോഴേ അളിയനെ ഉറങ്ങി ചെയ്തിക്കണോന്ന് ഉറങ്ങി നീച്ചിട്ടും ബിരിയാണി ഉണ്ട്. നിന്നോട് രാവിലെ പറഞ്ഞു ഞമ്മച്ചി നിങ്ങളൊക്കെ പോന്നിക്കണെങ്കി എത്ര പൊതി ചോറ് കിട്ടീന് ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇബ്രോ ചോറിന് വേണ്ടി മാത്രല്ല നമ്മള് പോണത് പറഞ്ഞേ. പിന്നെ അയച്ചറിയാ എന്താ സ്വർഗത്തിൽ പോകാതുകൊണ്ട് ഇപ്പച്ച് ബിരിയാണി നിന്ന സ്വർഗവും കിട്ടൂലേ? തുള്ളി ചോറും ഇത്രയും നേരം അവിടെ നിന്നിട്ട് ഒരു തുള്ളി ചോറാ കിട്ടിയത്. ഇതിലാറ് നല്ല പീടിന്ന് വാങ്ങി. എന്നടാ എടാ പൊട്ട ആ ചോറിലൊരു ബർക്കത്തുണ്ട്, മനസ്സിലായോ? ഒരു മണി വരെ കളിയരുത് പറഞ്ഞിട്ട് ഒരു ഉണ്ട വരെ പോയി. എന്താ ക്ലാസ് കേട്ടത് ചോദിച്ചേ. അതിൽ ഇന്നോട് പറഞ്ഞേ നമ്മള് ഫുഡ് കഴിക്കുമ്പോ ഒരു വറ്റ് പോലും കളയരുത്, ഒരു മണി പോലും കളയരുത്. അപ്പം അവിടെ താഴത്ത് നോക്കിയപ്പോ എത്ര അല്പം ഒരു ഉണ്ട ചോറിന്റെ ഒരു ഉണ്ടയാണോ ചാടി കിടക്കണത്. അന്നേരം ബിരിയാണി എന്താണ് ക്ലാസ്സിന് പോയിട്ട് എന്തൊക്കെയാ കേട്ടത് ചോദിച്ചപ്പോ പറഞ്ഞോട് എന്താ ഇനി എനിക്ക് തെറ്റാളൊക്കെ ചെയ്യാ, ഞാൻ ആ ക്ലാസ് കേട്ടത് കൊണ്ട് പഠിച്ചോനോ എനിക്കൊക്കെ പുറത്തു കൊടുക്കും പറഞ്ഞു കുത്തുന്നോ. തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല. അറിയാതെ ചെയ്താലേ അറിയാതെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, അതറിയാതെ നമ്മൾ ചെയ്തു. ഇപ്പച്ചിക്കൊന്നും അറിയില്ല. അങ്ങനെ എനിക്ക് ഇങ്ങനെ ചന്തിമാമൻ കൊരുവെന്നും പറഞ്ഞാണ്ട് ഓരോന്ന് പറയലാണ്. അപ്പൊ ഞാൻ എന്റെ കുട്ടികളെ മുന്നിൽ ചന്തിന്റെ വാക്ക് പറയുക. അങ്ങനെ പറയട്ടോ. അപ്പൊ ചാടിച്ചണ്ടല്ലേ ല്ലേ ഇനി കുളിച്ചണ്ടിയേന്ന്. അനക്ക് കുളിക്കണ്ടേ? അതല്ല ഫസ്റ്റ് അങ്ങനെ ഉണ്ടോ ഇവിടെ? ഫസ്റ്റ് ഒരാള് സെക്കൻഡ് ഒരാള് അവിടെ ചവിട്ടല്ലോ അവിടെ. അതുണ്ട് എന്തിനാ കൈ കഴിക്കണ? എന്തിനാ? ഫുഡ് ഉണ്ടോ? നീ കുളിക്കണില്ലേ? കുളിച്ചിട്ടല്ല, കുളിച്ച് ഫ്രഷ് ആയില്ലേ? അല്ലെ ഇവിടുന്ന് ഒരു വറ്റിട്ടു കടലറ്റ് വന്നില്ലേ? ചായ എടുക്കാൻ പോവല്ലേ നമ്മള്? പിന്നെ നമുക്കിന്നേ പുറത്തുനിന്നാക്കിയാലോ ചായയോടി? പുറത്തുനിന്നാക്കിയ അതൊക്കെ അവിടെ വിരിച്ച ചളി ആവൂലേ ഇബ്രാഹിം കുട്ടിയെ? തോത്തിക്കോള അതിലാറല്ല അതേനി ആ സാധനം വിരിച്ചേനി. ആ ടിഷൻ ഇരുത്തേണ്ടി വരും അല്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ ഇതിലേക്കാരല്ലേ ഇരിക്കുക? അത് വിരിച്ചണില്ല അതിന്. അവിടെ മണ്ണുണ്ട്, മാറിന്നടാ. പതുക്കെ ഗ്ലാസ് പൊട്ടിച്ചല്ലേ? ഇബ്രാഹിം പോയി ഇങ്ങാണ്ട് ആ ചായക്കിലെ കടിയൊക്കെ എടുത്തു വിടുന്ന അമ്മച്ച് കുട്ടിയാണ് വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ടീഷ ബേബിനെ എടുത്ത് പോര്.
അപ്പം ഇത് വേണ്ടെന്ന് വെച്ചാൽ മതി. ഇതാകെ ഒരാൾക്കില്ല ചായ തന്നെ ഉള്ളൂലടി. ഇതാകെ ഒരാൾക്കുള്ള പാൽ ചായ തന്നെ ഉള്ളൂ. ഇന്ന് പാൽ ചായയും കൂട്ടിയിട്ടാണ്. നിങ്ങൾക്കൊന്നും പിന്നെ ചായ വേണ്ടിയല്ലേ അല്ലേ? എന്തേ ചായ ചിന്തിയ മേത്ത് ഇരുത്താവും കേട്ടോ എനക്ക്. എന്നാ അവിടെ ഇരിക്ക്. അവിടെ ഇരുന്നാ ഇജ്ജ് ചെമ്പ്രമ്പടി എടുത്തിരുന്ന ഇജ് ഈ ആട്ടാണ് ചായ ചിന്ത കേട്ടോ. അതിന് ടിഷ ബേബിയും ഇബ്രുക്കാക്കും വരുന്നു. എടാ ചായൻ്റെ അടുത്ത് കൊണ്ടുപോകല്ലോ കേട്ടോ. അപ്പൊ ഇജ്ജാൻ്റെ മടിയിൽ ഇരുത്തിയാൽ മതി. അതിന് ഇജ്ജു ഇരിക്കുക. എല്ലാവരും വട്ടത്തിൽ ഇരുന്നാണ് ചായ അടിച്ചിന്. ഇജ്ജിപ്പോൾ എന്നപ്പാണ്ട് വെച്ചളാ. എന്ത് ട്രിപ്പൊക്കെ പോകുമ്പോഴേ കൊണ്ടുപോയാ മതി മാറ്റ് എന്നാലോ ഇവിടെ ഇരുത്താനൊക്കെ. ശരി ഇരിക്കുന്നു. എല്ലാവരും ചമ്രമ്പടി ഇട്ടിരുന്നോളി. ഇങ്ങോട്ട് ഇരിഞ്ഞാണ്ടല്ലേ വട്ടത്തിലിരിക്കി. അതിൽ തന്നെ അനക്കും ഇരുന്നൂടെ ഇനി. മറ്റേ ടിഷ ഇങ്ങനെ നോക്കിക്കേണ്ടി വരും. എങ്ങനെ ചായക്കടിമ മാന്തോ അല്ലെങ്കിൽ മാന്തു. ഇവിടെ എനിക്ക് മാന്തുള്ളൂ അറിയാം. ചായ ഇവിടെ ജിബ്രാൻ കൊണ്ട് വെച്ചെന്നാ ചായ ഇവിടെ ഉണ്ട്. തിന്നാനായിട്ടില്ലടാ. ആകെ 2 ഗ്ലാസ് ഉള്ളത്. ടിഷാപ്പൂനെ ശ്രദ്ധിക്കട്ടെ ഇബ്രാഹിമേ. അഭിപ്രായം പറയട്ടെ ഇബ്രാഹിമേ. സൂപ്പർ. ജിബ്രാൻ എനിക്ക് വേണ്ടേ കട്ട്ലറ്റ് വേണ്ടേ വെച്ചുണ്ടാക്കിയ? മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്. ടിഷന്റെ ക്ലിപ്പ് ടിഷക്ക് മുടിയെട്ടി കൊടുത്തോ ഞങ്ങൾ കണ്ടു. കണ്ടോ ടിഷ ബേബിയാ? ടിഷ ബേബിന്റെ ഹെയർ ശ്രദ്ധിച്ച ഞങ്ങള്. ഓ ഓളെ മൂന്നോക്കാണ് ഒരു പുച്ഛഭാവം. ഓളെ ബാക്കിലെല്ലാം ഇരുത്തിക്കണ. അന്നെ കട്ട്ലറ്റിന്റെ അടുത്ത് ഇരുത്താൻ പറ്റൂല. ഇജ്ജ് മാന്തും. അതുകൊണ്ടാണ് എന്നെ ഇരുത്താത്ത കേട്ടോ. അന്റെ പുറത്ത് പിടിച്ചാണ് നീച്ചാൻ നോക്കണേ. ഓള് നീച്ചാൻ നോക്കണല്ലേ? നീച്ചാ നീച്ചടാ നീച്ചടി സുഷമ നീച്ച്. എല്ലാരും പോയ നക്കൂള്. നേരത്തെ വന്നത് നീനും ഇവിടെ ഇരുന്നു. ഞങ്ങളൊക്കെ 3 തിന്നു. ഞാൻ 1 തിന്നിട്ടുള്ളൂ കേട്ടോ. എന്താ വേണ്ട ഞാൻ ചോറ് തിന്നപ്പോഴേ കാര്യത്തിലാ ഉപ്പച്ചെടുത്തു കൊടുത്ത മുട്ടാണ്. നിങ്ങളിങ്ങനെ അത് ഉമ്മച്ചിക്കാണ് വല്യമ്മക്കാണ് അറിയണേ. ഞാൻ കിട്ടല്ലേ ഇനി. ഞമ്മളെന്താ പൊട്ടണം. ഞാൻ ഈ സാധനമൊക്കെ വാങ്ങിക്കണം. എൻ്റെ കുട്ടികൾ വരുമ്പോഴത്തേന് കട്ട്ലറ്റ് ഉണ്ടാക്കിക്കോ കുഞ്ഞോളെ ഇറങ്ങാണ്ട് സാധനമൊക്കെ ഇതാക്കി കൊടുത്തിട്ടേ പോൽക്ക് എനിക്കൊന്ന് തരാൻ മതി. എന്ത് ഇബ്രാഹിമൊക്കെ 3 ഇങ്ങനെ പരസ്യാക്കണ്ട. രണ്ടാളും അറിഞ്ഞിട്ടില്ല. ഇതുകൊണ്ടാണ് നിങ്ങളെയും കൊണ്ട് എങ്ങോട്ടും പോകാത്തതും. ഒരു പരിപാടി എന്തേലും ഉണ്ടാക്കി കൊടുത്താലും അതുകൊണ്ടും കൊടുക്കും. മുറ്റത്തൊന്നല്ല ഉള്ളിലൊന്നും ആക്കണ്ടായിരുന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയത്. അപ്പൊ ഇവിടെ അടി. ഞാൻ ഇവിടെ ഇരിക്കും. പുറത്ത് ഒഴിഞ്ഞിരിക്കട്ടെ. ഇടയിൽ പറ്റൂല. നമുക്ക് സ്വതന്ത്രമായിട്ട് സമാധാനമായിട്ട് കുടിക്കണം ചായക്ക്. അപ്പൊ കുഞ്ഞോളെന്താ വിചാരിക്കണം വെച്ചാൽ എനിക്ക് വേണ്ടാത്തതാണ് ചില്ലല്ലോ അത്. പിന്നെ ഇബ്രാഹിമുണ്ട് കേട്ടോ അവിടെ. എൻ്റെ സമാധാനം കളയാനേ. അവനിപ്പോൾ അത് നമുക്ക് കേട്ടപ്പോൾ പാഞ്ഞു വന്നതാണ് അല്ലേ? എൻ്റെ ഇബ്രാഹിം വേറെ ലെവലാട്ടോ. അതെ ഇന്നലത്തെ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിലെടുക്കൊണ്ടത്.
അവൻ അത്രയും നേരം ഓനെ അടങ്ങാറായി നിന്ന് ചോറും പൊതി കിട്ടിയിട്ട് കൊണ്ടുവന്നുകാണ്ട് നേരെ ഓലെടുത്തേക്കാണ് പോണത്. ഭയങ്കര ഇടങ്ങാറായി. ഓന്റെ എഫേർട്ട് എടുത്ത് കിട്ടിയതല്ലേ. എന്നിട്ട് എനിക്ക് ഓന് ചോറ് വാരി തന്ന് ഇബ്രു ഇന്നലെ ഇബ്രു ഇച്ച് ചോറ് വാരി തന്ന്. അതേമാതിരി എന്താ നിങ്ങൾക്കും ഇവൽക്കുള്ള ചോറ് എടുത്തച്ച്. അപ്പൊ ഇപ്പച്ചിക്കാണോ കുട്ടിയാക്കാണോ കൊടുക്കണം? രണ്ടാക്കും കൊടുത്തളേ. ഓൽക്കൊക്കെ കൊടുക്കാനല്ലേ ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെ അടിപൊളിയാണ്. ടിഷക്കൊരു ഒറ്റ കൊടുത്ത്. എടാ ഇബ്രാഹിം അധ്വാനിച്ചു കൊണ്ടുവന്ന ബിരിയാണി, മൗലൂദ് അലി കൊണ്ടുവന്ന ബിരിയാണി തിന്നോ? ടിഷ് ബേബിയോട്ടൊക്കെ കാട്ടുന്നു. ടിഷ ജയിനായിട്ടില്ല കേട്ടോ, അടിയിൽ കല്ലാണ്. പിടിച്ചാണ്ട അത്യാത്തിലിരിക്കണ മാതിരിയായിരിക്ക. മുതലാണോ ഞങ്ങളെ ഇബ്രുക്കുട്ടി, മുതലാണോ? സ്നേഹം കൊണ്ട് ഓനെ അമ്മാനമാടും ഞങ്ങളെ. ഇബ്രുവിനെ ആയ പ്രായത്തിന്റെ ലാറെ പക്വതുള്ള കുട്ടിയാണ്. നാളെ എന്താ പഴംപൊരി കുട്ടി പോണു. പഴംപൊരിയും ഉണ്ണിയപ്പം കിട്ടിട്ട് അതിനൊരു കഷണം ഒരു പൊടി തിന്നു. ഓനക്ക് എന്ത് കിട്ടിയാലും ഓനുണ്ടല്ലോ അത് ഓന് ഇവിടെ കൊണ്ടുവരും. അവിടുന്നൊന്നും ഓനെ തിന്നൂല. ഇനിയിപ്പോ ഒരു മുട്ടായി ആണെങ്കിലും ഇങ്ങനെ രാവിലെയൊക്കെ അവിടുന്ന് മദർസിൽ ഇന്നലെ രാവിലെ ഇതൊക്കെ ഉണ്ടേനി പഴംപൊരിയും ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുക. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് കത്തിയെടുത്ത് പീസാക്കും. എല്ലാവർക്കും പീസാക്കി. അതാണ് കിട്ടിയിരിക്കുന്നത്. അല്ലേ രണ്ടാളും കിട്ടിയത് എങ്ങനെ രണ്ടാളും മഴ കൂടുതൽ ഇട്ടത്? ഷെയറിംഗ് മെന്റാലിറ്റി ആണ് എനിക്ക്. ഞാൻ ഷെയർ ചെയ്യല്ല സ്നേഹം കണ്ട പെൺകുട്ടിയാക്കൊക്കെ. ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. ഫാമിലിക്ക് ഷെയർ ചെയ്യലുണ്ട്, ഞാൻ ഫാമിലിക്കാണ് ഷെയർ. അതാണ് മാറ്റല്ലേ. രണ്ട് ഷെയർ ചെയ്യണത് ഒന്നാണ്, പക്ഷെ അതിനുള്ളതാണിത്. പെൺകുട്ടികൾക്ക് ഷെയർ ചെയ്യണ അവിടെ കുത്തർക്കല് പെരിയും കൂടി എഴുതി കൊടുക്കോന്. കാക്കോ ഔദനൊക്കെ പെരിയും കൂടി എഴുതി കൊടുക്കും. ഇരിപ്പിടല്ലേലും വേണ്ടിയില്ല, പെണ്ണുങ്ങളെ സന്തോഷം കോയിവാല്. നമുക്ക് രാത്രി ഇവിടെ ലയിച്ചിട്ടാണ്ട് ഈ പുല്ല് ഇവിടെ വിരിച്ചുണ്ടായാലും ഫുഡ് കഴിച്ചാല് രാത്രി പറ്റൂല, നാളെ ആക്കാം. ഓൾറെഡി നമ്മൾ ചായ കുടിച്ചില്ല. എല്ലാ ദിവസം തന്നെ ആകുമ്പോൾ ആൾക്കാർക്ക് ഈറടിച്ചു. പിന്നെ മാത്രം ഇന്ന് രാത്രി ടർഫുണ്ട്. രാത്രി കഴിഞ്ഞ പിന്നെ എനിക്ക് സ്കൂളുണ്ട്. ഇന്ന് നാളെ സ്കൂളും ഇല്ല. അപ്പൊ ഇന്ന് രാത്രി അതിന് തിന്നാനല്ലെങ്കിലും തിന്നണ നേരം തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ അതിന് കൊറേ നേരം ഒന്നും ചെലവാക്കണം. പന്തളിച്ചിട്ടില്ല, ഇപ്പിച്ചില്ല, ബോഡിയൊക്കെ കേടുവരും. എവിടെയാണ് ഓടല്? പന്തളിച്ചുമ്പോ ഓടും പന്തിന്റെ പിന്നാലെ. ഉച്ചക്ക് പന്തിട്ടൂലല്ലോ. പന്ത് വാങ്ങി അവിടെ മൂടി ഇവിടെ മൂടി. അങ്ങനെയൊന്നല്ല, നമ്മളിവിടെ ഈ സ്ഥലം മരങ്ങൾ വലുതായി നമ്മളവിടെ ഷട്ടിൽ കോട്ടൊക്കെ തുടങ്ങും. സ്വിമ്മിംഗ് പൂള്, മീനിന്റെ കുളം, അക്വേറിയം. അത് ചെടികൾ വലുതായിട്ട് പറ്റുള്ളൂ. മരങ്ങൾ ഇത്ര വലുപ്പമാണ്. എന്നിട്ട് കുട്ടികൾക്ക് ഫുള്ള് ഓൽക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ തന്നെ ഇബ്രു ഒരു 5ാം ക്ലാസ്സിലൊക്കെ എത്തും. അപ്പോൾ ഓൻ നോക്കിക്കോളും മീനിന് തീറ്റ കൊടുക്കലും കാര്യങ്ങളൊക്കെ. അബ്രു ചെറിയ ഒരു കുറച്ച് താറാവുകളും കുറച്ച് ആടുകളും കുറച്ച് അപ്പൊ അയിന്ന് പിടിച്ചോണ്ടെന്ന മീനെ അയിന് തിന്നാട്ട് കൊടുക്ക തന്നെയാണ് പണി. ആകെ ഒരു പെറ്റുള്ളൂ പൊച്ച്. അതിന് വെച്ച് നല്ലോണം നോക്കണം കുട്ടിനെ അല്ലേ. അത് നോട്ടേറിട്ടെ പൂട്ടട പൈപ്പ്. നോക്ക ഒച്ചായിട്ടങ്ങാണ്ട് നോക്കണ പൈപ്പിന്റെ. അയ്യാ ഇങ്ങോട്ട് ആ കുട്ടി കടന്നുറങ്ങണ സ്ഥലത്ത് ഞാൻ ഓളിയും കൂടി ഇരുത്തണം കരുതി. ഇനി വന്നു പറഞ്ഞേക്ക അതിനൊരു വടി എടുത്തിട്ട് പൊട്ടിച്ചു. അത് അങ്ങോട്ടും പറയുമ്പോ കുട്ടീന്റെ മേത്തേക്ക് പോയാലേ എന്റെ നിർത്തിക്കള. ആ കളി കുട്ടി ഉണ്ടാവുമ്പോ അതിന്റെ അടുത്തുനിന്ന് കാട്ടരുത് ഇബ്രാഹിമേ.
പറഞ്ഞില്ലാന്ന് വേണ്ട. അങ്ങനെ ഗായ്സ് നട്ടപ്പാതിര സമയം എത്ര കുഞ്ഞോളെ? സമയം 9:40 9:40. ടിഷുമ്മ അവിടെ അന്തം വിട്ട് അവലും പാക്കറ്റ് കടിച്ചു പൊട്ടിച്ച് നോക്കുന്നു. ജിബ്രാൻ ഇവിടെ TV യിൽ നോക്കി അന്തം വിട്ട് നിൽക്കുന്നു. അതിനൊക്കെ നമ്മുടെ ഔദക്കുഞ്ഞ് എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനെ തൊള്ള തുറക്കുള്ളൂ. ഒന്നുകിൽ നുണ പറയാൻ, അല്ലെങ്കിൽ അവല് തിന്നാൻ, അല്ലേ? അവല് ഫുള്ള് അനേക്കാരം. അപ്പോൾ കേസ് ഒരു പ്ലേറ്റ് അവലേ ശർക്കര ഇട്ട് മിക്സ് ചെയ്താണ്ട് ഇപ്പോഴ് വരെ ഞാൻ മൊബൈൽ എടുത്ത് കൊണ്ടിട്ടാണ് ഇവിടെ വെച്ച് പോയതാണ്. അപ്പോൾ തന്നെ അത് ഫുള്ളാണ് തിന്ന് തീർത്തിട്ടുണ്ട്. എന്താണ് ഔദാജ് ഇപ്പച്ചിക്ക് ഒരു തുള്ളി എടുത്ത് വെച്ചില്ലല്ലോ. ഇതെന്തൊരു മനുഷ്യനാ? പിന്നെ നമ്മളെ ഇബ്രാഹിം ഉണ്ട് കേട്ടോ അവിടെ. ഇബ്രാഹിം പിന്നെ ഭയങ്കര ചിത്രരചനയിലാണ് എഴുതാണ്. നീ പറയണ്ടില്ല. നല്ലപോലെ അവിടെ ഇരുന്ന് എഴുതിയിരുന്നു. അതിനാ പാക്കറ്റ് അവല് തന്നു ടിഷ. തിന്നാൻ പറ്റാത്തല്ലേ? വലിയൊരു പാക്കറ്റ് നിക്കടാ. എടാ അതിന്റെ സ്പൂണ് ഇവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്താ മറ്റേ സ്പൂൺ കൊണ്ട്. അതില് 10-200 പേര് ഉണ്ടാവും. ഇത് ഇതാരും വെച്ചതാ? സത്യം പറഞ്ഞോ? കുട്ടി വരച്ചിക്കണ കാണി. എടാ മോനെ വേറെ ലെവല് സാധനമാണല്ലോ. ഇതൊക്കെ കാണി. ഇത് 3D വരച്ചതല്ലേ ജി? പക്ഷെ കളറ് ഇതുകൊണ്ട് കാര്യമില്ല. 3D ആയിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ നിൽക്കണല്ലേ? ഇവിടുന്ന് ഇങ്ങനെ മറ്റേ വരച്ചത് ഇയാളെ വരക്കാൻ നോക്കിയേക്കണല്ലേ? അബ്ദുൽ കലാമിനെ വരച്ചിട്ടുണ്ട് അവിടെ. പക്ഷെ ഫുള്ളായിട്ടില്ല, കഴിഞ്ഞിട്ടില്ല ആളേനെ. പക്ഷെ അതിൻ്റെ ചെറിയൊരു മുഖം കിട്ടിയിരിക്കണേ. ഞാൻ അവനോട് പറഞ്ഞു എന്നെ കൊണ്ട് കഴിയൂല അത് വരക്കാൻ. എന്തായാലും ഉഷാറായിക്കണ്. എന്തായാലും അഭിമാനിക്കാവുന്നതാണ് എൻ്റെ കാര്യത്തിൽ. എനിക്ക് എപ്പോഴും എൻ്റെ എല്ലാ കാര്യവും ഞങ്ങൾക്ക് അഭിമാനമാണ് ഇബ്രോ, ഒന്നെന്നുള്ളതല്ല. എന്ത് ഇന്നല്ല, അത് നാളെ. എന്നത് പുറത്തുനിന്നായാലും മെച്ചക്ക് ഇറങ്ങി എന്നും പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കൊടുത്ത് ഇറങ്ങാണ്ട്. ഫുഡ് വാങ്ങല്ല, ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ നേരത്തെ ചായ കുടിച്ചില്ലേ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. ആലോചിക്കാം. അബ്രോ നമുക്ക് നാളെ ആക്കണം കേട്ടോ. ഇന്നെന്തായാലും പ്രതീക്ഷിക്കണ്ട. അതല്ലേ നാളെ രാത്രി കഴിഞ്ഞ സ്കൂളുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ടർഫ് മാറുന്നിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് എനിക്ക് ഓർമ്മ അതിനല്ലേ വന്നത്. എത്ര സമയം? 9:10 ആയില്ലേ? എപ്പോഴാ കളി? 9:43. ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോ ഞാൻ അതിനാണ് എഴുതിക്കണം, ടർഫിനാണ് എഴുതിക്കണം. ഇബ്രു ആണ് എൻ്റെ മുത്ത്, മുളക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സത്യം അന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നെന്നില്ലല്ലോ എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എൻ്റെ പ്രായത്തിലേറെ എനിക്ക് മെച്ചുവേർഡ് ആണ് അല്ലേ? ഒരു പടിക്ക്, അതായത് അവൻ്റെ പ്രായത്തിന് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മെച്ചുവേർഡും ആണ്. പിന്നെ ഞങ്ങൾക്കൊരു അഭിമാനിക്കാവുന്ന തരത്തിലാണ് എൻ്റെ എല്ലാ സ്വഭാവവും. ഇജ്ജ് എത്ര അങ്ങോട്ട് നോക്ക്, എന്നെ ആരൊക്കെ എന്തൊക്കെ മോശം പറഞ്ഞാലും ഇജ്ജ് ഞങ്ങൾക്ക് നല്ല അഭിമാനമാണ്. ഇത് മുത്താണടാ പൊട്ടാടിയെ. സൂപ്പർ കുട്ടിയാണ് ജി. പിന്നെ ജബ്രു കേട്ടോ, പെൻസിലൊക്കെ എടുത്ത് തിന്നോ ഈറടിച്ച് കാണ്ട് കടിച്ചു മുറിച്ച് തിന്നാ. അവല് കഴിഞ്ഞിരിക്കണ. എന്നിട്ട് പോയി എന്തെങ്കിലുമൊക്കെ ഇനി തിന്നണമെന്നില്ല. പിന്നെ എൻ്റെ ജിബ്രു കുട്ടി, മുതലാണിത്. ഇതിനുണ്ടല്ലോ ഇക്കിളിയാക്കിയാൽ വരെ ചെറിച്ചൂലല്ലോ കണ്ടോ? ഓക്കെ. ഇപ്പം നമ്മളവിടുത്തെ നാസറാക്കാൻ്റെ ഏരിയ. നാസറാക്ക പൂതി എങ്ങാണ്ടേക്കാരം ബീഫ് കല്യാണത്തിന് പോവുക, ബീഫും ചോറും തിന്നാൻ. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും നാസറാക്ക ബീഫൊന്നുമില്ല പറഞ്ഞാൽ അത് കേട്ടാൽ പിന്നെ മൂപ്പര് തിന്നൂല. പിന്നെ മൂപ്പര് വെറും ചോറൊക്കെ തിന്നോക്കണം പോകും. വളർച്ച തിന്നാൻ വന്നതേ കാര്യം. പക്ഷെ മൂപ്പര് കേട്ടാ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊന്നും കുട്ടീൻ്റെ മുന്നിൽ ഇടരുത് കേട്ടോ. ഇമ്മച്ചി ശ്രദ്ധിക്കാതെ നിൽക്കും.
അന്തം മുട്ട് നിന്നാണ്ടേ പിന്നെ കുട്ടി തൊള്ളി കിട്ടണം എന്തെങ്കിലും പറ്റിയാൽ തള്ളന് അന്യൊക്കെ ഞാൻ പൂസും. ഒക്കെ അറിയണ പാട്ടാണത്. പിച്ചിനോട് വർത്താനം പറഞ്ഞ അതൊന്ന് ട്രാക്ക് കയറി കിട്ടണം നോക്ക്. അല്ലേ എന്താണ് അത് പെടണ്ട, സൗണ്ട് ഇടണ്ട കേട്ടോ. അബ്രു ഒരു പാട്ടടിക്ക. ഇന്നില്ല, ഇനി നാളെ. അതായത് ഈ വീഡിയോ വരുന്ന ദിവസം ഉണ്ടാവും. ഈ വീഡിയോ ഇനി നാളെ അല്ലേ വരിക അപ്ലോഡ് ആക്കാം. അപ്പോൾ ഇത് കാണാൻ നാളെയാണ്. ഇന്ന് രാത്രി നമ്മൾ എടുത്തത് നാളെയാണ് ഇത് കാണാം. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ ഇന്ന് ഈ വീഡിയോ പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ രാത്രി എടുത്തതാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ 8 മണിക്ക് ലൈവിൽ വരുന്നതാണ്. പാടിക്കും ഇന്നലെ രാത്രി നാളെ കാണാം. അപ്പൊ കൈത ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണെന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഇന്നെടുത്ത വീഡിയോ പറയുമ്പോ നാളെ ഒരു കാണുമ്പോ ഇന്നെടുത്ത വീഡിയോ ആണത്. എനിക്കറിയാം വല്യപ്പാന്റെ മൂട്ടിൽ പടക്കം പൊട്ടിച്ചോ. അപ്പുറത്തോട്ടുള്ള കരടിക്കണ്ട ജോലി ഐസും വാട്ട് ഷുഗറുണ്ട് വാട്ട് പിയടി മൂസ അപ്പുമ്പോഴത്തേക്ക് ചടും. പുതിയ വരിയാണ് ഇത് കേട്ടോ. പടപ്പ് പാടപ്പോട് പടപ്പ് പാടപ്പോട് പിരിശത്തിനോട് പഠിച്ചോണ്ടേ കാരുണ്യം കിട്ടുന്നത് കണ്ടോളെ അഞ്ഞു പോരാടി കഞ്ഞ പൊന്നരസ പള്ളിയിൽ തീർക്കണ്ട മെൻഷൻ നോക്ക് മെൻഷൻ്റെ ഒരു പള്ളിയുണ്ടോ അതിലേതായിട്ടും കയറാനൊക്കെ. താങ്ക് യു. ഏതാ മുതലാളി ഗഹസാന്നാണ് പറയാ. ചോര കണ്ട് ഇതന്നല്ലേ ചുച്ചക്ക് പാടി. എന്റെ പല്ല് വെറുതെ ഗ്യാപ്പ് ഉണ്ടാക്കാൻ നിക്കണ്ട കേട്ടോ. എടുക്കടാ പള്ളി ഇതൊട്ടൊരു കണ്ണീർ കാര്യം പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ ഫാസിത്ത് കഥ സെക്കായത്. ഇതൊരു കാര്യം ചെയ്യ പാട്ടും ചെയ്യും. ടി വിയിൽ എവിടെയെങ്കിലും കണ്ടാണ്ട് അല്ലെങ്കിൽ മെച്ചിന്റെ മൊബൈലിൽ കണ്ടാണ്ട് പഠിച്ചു വെച്ചുവാ. ഓക്കെ സമാധാനം ആമേ ഒരിക്കലേ എന്നായിക്കോട്ടെ. ഞാൻ ടർഫ് ഉണ്ടാവും പോയി വിളിച്ചോക്കട്ടെ.